സോണിന്റെ ഓപ്പണിംഗ് സീനിൽ ടെസ്റോസ ഐലാൻഡിനെ ലക്ഷ്യമാക്കി ഇപ്പൊ ഒരു പൈററ്റ് കൂട്ടം അങ്ങനെ കപ്പലിൽ വരികയാണ്. അവരുടെ ലക്ഷ്യം അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ സ്ട്രോഹാറ്റ് ലൂഫി. കാരണം ഈ പൈററ്റ്സ് എല്ലാവരും തന്നെ സാക്ഷാൽ ഡോഫ്ലമിംഗോയായിട്ട് കരാറിൽ ഏർപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഡോഫ്ലമിംഗോയുടെ മരണം അതവർക്ക് വലിയൊരു ഷോക്കാണ്. അവരുടെ കരാറും ആയുധക്കടത്തും വിശ്വാസവും ബന്ധങ്ങളും അതൊക്കെ തന്നെ ലൂഫി തകർത്തെറിഞ്ഞു. സോ ഒരു കാരണവശാലും ലൂഫിയെ വെറുതെ വിടാൻ പാടില്ല. അവന്റെ ടീംമേറ്റ്സിനെയും അവനെ സപ്പോർട്ട് ചെയ്തവരെയും അങ്ങനെ എല്ലാവരെയും തല്ലിക്കൊന്ന് ആ ടെസ്റോസ ഐലാൻഡ് അതങ്ങനെ പച്ചയ്ക്ക് തീ കൊളുത്തി നശിപ്പിച്ച് നമ്മുടെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ആ ഒരു ടീം അവിടേക്ക് എത്തുക. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പുതുതായിട്ട് വരുന്ന ആ 7 പേര് അവരാണെങ്കിൽ വലിയൊരു കപ്പില് കുറെ അധികം ഡ്രിങ്ക്സ് ഫില്ല് ചെയ്യാണ്. 7 പേരും അവരുടെ കയ്യിൽ ഫില്ല് ചെയ്ത ഒരു വലിയ ഗ്ലാസ് ഡ്രിങ്ക് അത് ലൂഫി കുടിച്ചാൽ മാത്രമേ അവരെ ലൂഫിയുടെ ടീമിൽ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് അവർക്ക് മനസ്സിലാവൂ. അതാണ് അവരുടെ ട്രഡീഷൻ. ചെക്കനാണെങ്കിൽ ആ കപ്പെടുത്ത് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കും. ആക്ച്വലി ഞാൻ വെള്ളം അടിക്കില്ല, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഓരോയ്ക്കാണെങ്കിൽ അത് കേട്ട് ചിരി വരും. പച്ചത്തലയും പറയും, നീ ഇതെങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും കുടിക്കണം, ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പിന്നീട് നിന്റെ അസിസ്റ്റൻസ് ആണ്. 5600ഓളം പൈററ്റ്സ് ആണ് പിന്നീട് നിന്റെ അണ്ടറിലുണ്ടാവുക. അത് വെച്ച് നിനക്ക് ഈ ലോകത്തെ തന്നെ കോൺക്വയർ ചെയ്യാൻ പറ്റും. പിന്നീട് യാതൊരു സംശയവുമില്ല, നീ തന്നെയാണ് ഫ്യൂച്ചറിലെ പൈററ്റ് കിങ്ങും. പച്ചത്തലേന്റെ ഓവർ എക്സാജുറേഷൻ കണ്ട് നമ്മുടെ സോറോ അവൻ തീർത്തു പറയും, നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ലൂഫിയുടെ മനസ്സിൽ ചില പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്, അതനുസരിച്ച് മാത്രമേ അവൻ എന്തെങ്കിലും ചെയ്യൂ. സുന്ദരം പൈററ്റും പച്ചത്തലേനും വീണ്ടും വീണ്ടും ലൂഫിയെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ലൂഫിക്കാണെങ്കിൽ കിച്ചണിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ആ ഫുഡിന്റെ സ്മെല്ല് അത് ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെടും. അവൻ ആ സ്മെല്ലൊക്കെ ആസ്വദിച്ച് നിൽക്കും. അത് കണ്ട നമ്മുടെ സുന്ദരം പൈററ്റ് അവൻ ടെൻഷനാവും. യു ആർ അൺബിലീവബിൾ, ഞാനടക്കം ഇവരെല്ലാവരും നിന്റെ അസിസ്റ്റൻസ് ആവാനാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യണേ. ഇത്രയും പവറും സൗന്ദര്യമുള്ള എന്നെപ്പോലെ അസിസ്റ്റന്റിനെ കിട്ടാൻ നീ ഒരുപാട് ഭാഗ്യം ചെയ്യണം. അപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യമായിട്ട് നിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നിനക്ക് അല്പമെങ്കിലും മര്യാദ ഞങ്ങൾക്ക് തന്നൂടെ. ഉടനെ ലൂഫി ആണെങ്കിൽ തീർത്തു പറയും, എനിക്കിപ്പോ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, എന്റെ ലക്ഷ്യം അത് കിങ് ഓഫ് ദ പൈററ്റായി മാറുക എന്നത് മാത്രമാണ്. ലോ ആണെങ്കിൽ അത് കേട്ട് കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇവൻ ഇങ്ങനെ ഒരു പ്രാന്തനാണല്ലോ എന്ന് പറഞ്ഞ് അവൻ തലയ്ക്ക് കൈ കൊടുക്കും. ഇവിടെ നമ്മുടെ സോറോ അവനാണെങ്കിൽ ആൽക്കഹോൾ കണ്ട് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിന്റെ സ്മെല്ലാണെങ്കിൽ അവന്റെ മൂക്കിലേക്ക് അടിച്ചു കയറുകയാണ്. ലൂഫി കുടിച്ചില്ലെങ്കിൽ അവരുടെ സമാധാനത്തിന് വേണ്ടി ഇത് ഞാൻ കുടിക്കട്ടെ ചോദിക്കും. അതിനവരാണെങ്കിൽ പല്ല് കടിച്ച് സോറയെ തുറച്ചു നോക്കും. ഉടനെ ലൂഫി ആണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് അവരോട് പറയും, എനിക്ക് നിങ്ങളുടെ ആരുടെയും ബോസായിരിക്കാൻ ഒരു താല്പര്യവും. പക്ഷേ നമ്മളെല്ലാവരും എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. നമ്മളുടെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ടീമായിട്ട് അവരെ എതിർത്ത് അവരോടൊപ്പം നിൽക്കണം. ഇൻ കേസ് എനിക്കൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്യും, ഉടനെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ കോൺടാക്ട് ചെയ്യാം, തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ടെസ്റോസ ഐലാൻഡിൽ നമ്മൾ എങ്ങനെ ഡോഫ്ലമിംഗോയെ ഒത്തൊരുമിച്ച് നിന്ന് തോൽപ്പിച്ചോ അതുപോലെ തന്നെ നമ്മൾ മുൻപോട്ട് പോകുന്നു പറയും. അത് കേട്ട് ഉള്ളവർക്ക് എല്ലാവർക്കും ഇപ്പൊ ലൂഫിയോടുള്ള റെസ്പെക്ട് അത് 10 മടങ്ങാവുകയാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഒരുപാട് ബുള്ളറ്റ്സ് ഇപ്പൊ കപ്പലിലേക്ക് വന്ന് തറയ്ക്കുക. ഒരു ഷോക്കായിട്ട് പുറത്തേക്ക് നോക്കും. അത് മറ്റാരുമല്ല, നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു പൈററ്റ് ടീം. അവരാണെങ്കിൽ ലൂഫിയൻ ടീമിനെ തകർക്കാനായിട്ട് അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്യും. അത് കണ്ട് നമ്മുടെ ആൾക്കാരും ഇപ്പൊ അവരെ പ്രിവെന്റ് ചെയ്യാൻ തുടങ്ങും. 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടയിടി ഫൈറ്റ്. അതിനിടയിൽ പാവപ്പെട്ട ജനങ്ങൾ അവർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവിടുന്ന് മാറിപ്പോയ ആ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആള് തീർച്ചയായിട്ടും ആളുടെ പവർ ലൂഫിക്കും ടീമിനും നേരെ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പോകാൻ തയ്യാറാവില്ല. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആൾ അത്രയും നേരവും കളക്ട് ചെയ്ത് വെച്ചിരുന്ന അതെല്ലാം തന്നെ ആ വില്ലന്മാരുടെ നേർക്ക് ആളുടെ പവർ ഉപയോഗിച്ച് അട്ടിച്ച് തെറിപ്പിക്കും. ഞൊടിയിടയിൽ അവരുടെ കപ്പൽ തകർന്ന് അവരെല്ലാവരും തരിപ്പണമാവും. ഇവിടെ കപ്പലില് പ്രശ്നങ്ങളെല്ലാം സോൾവായി ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കുകയാണ്. അവർ 7 പേരും ലൂഫിയോട് പറയും, ഞങ്ങള് ഈ ഡ്രിങ്ക്സ് കുടിക്കുകയാണ്, ഇന്നു മുതൽ ഞങ്ങൾ നിന്റെ അസിസ്റ്റന്റ് തന്നെയാണ്, ഞങ്ങൾക്ക് മുകളിൽ ഇനി മറ്റൊരു നേതാവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവർ ലൂഫിയോട് ചേർന്ന് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ ലൂഫിക്ക് സ്വന്തമായിട്ട് ഇപ്പൊ വലിയൊരു ചാവേർ കൂട്ടത്തെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ലൂഫിയുടെ താല്പര്യം ഒന്നും നോക്കാതെ തന്നെ അവരെല്ലാവരും ഇപ്പൊ ലൂഫിയുടെ അസിസ്റ്റന്റായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ലൂഫിയുടെ അണ്ടറിൽ 5600 പൈററ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അവർ പാട്ടും ഡാൻസും മേളമൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിക്കും. അവർക്ക് കുടിക്കാനും കഴിക്കാനുമായിട്ടുള്ള ഫുഡുകൾ
അതങ്ങനെ പലതരം പല വിധത്തിൽ അവിടെ അണിനിരക്കുകയാണ്. എല്ലാവരും ആവശ്യത്തിനപ്പുറം ഭക്ഷണം കഴിച്ചും ഡ്രിങ്ക്സ് കുടിച്ചും ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കും. അവരാണെങ്കിൽ ലൂഫിയുടെ മുൻപിൽ കടന്ന് ഡാൻസ് കളിച്ച് മറിയാണ്. അതുകൊണ്ട് ലൂഫിയുടെ കൺട്രോൾ പോവും. നിങ്ങൾ എന്തായി പറയണേ? എനിക്ക് നിങ്ങളെ ആരെയും എന്റെ അണ്ടറിൽ തളച്ചിടാനായിട്ട് ഒരു താല്പര്യവും ഇല്ല. എനിക്ക് പകരം മറ്റാരോ ആണ് എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ആ ഡ്രിങ്ക്സ് കുടിച്ചതെന്ന് പറയും. കുടിച്ചത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സോറോ. സോറോയുടെ കൂടെ തന്നെ ഉസോപ്പും കാഞ്ചറോയും നമ്മുടെ സാമുറായും അവരും ആ ഡ്രിങ്ക്സ് കുടിച്ചു. സായി ആണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ മുൻപിലേക്ക് വരും. നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ ഡീൽ അത് ഓൾറെഡി സെറ്റായി കഴിഞ്ഞു. ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്, അത് നീ അംഗീകരിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവൻ കണ്ണൊക്കെ അടച്ച് വീണ്ടും വീണ്ടും എന്തൊക്കെയോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ലൂഫിക്കാണെങ്കിൽ സഹി കെട്ട് അവിടുന്ന് കടന്നു പോകും. ഉടനെ ബേബി ഫൈ അവൾ അവിടേക്ക് വന്ന് സായിയെ തട്ടി വിളിക്കും. ലൂഫി ഇവിടുന്ന് പോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. നീ പറഞ്ഞ ഒന്നും അവൻ കേട്ടില്ല എന്ന് പറഞ്ഞ് അവൾ നൈസായിട്ട് അവനെ കളിയാക്കും. ലൂഫി ആണെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടിയ ഫുഡെല്ലാം അങ്ങനെ കടിച്ചു പറിച്ച് തിന്നുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഈ പാർട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവരുടെ ടീംമേറ്റ്സുമായി അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരികെ പോവാണ്. ലിയോയ്ക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ യെല്ലോ കോപ്സ് അവറ്റകള് അവിടെ തന്നെ ഉണ്ട്. ഒന്ന് വിസിലടിച്ചാൽ മതി, അവറ്റകൾ പറന്നു വന്ന് അവരെ തിരികെ കൂട്ടിക്കൊണ്ടു പോകും. ഇവിടെ ലൂഫി ആണെങ്കിൽ ഉസോപ്പിനോട് ചോദിക്കും, നമ്മൾ എപ്പോഴാണ് ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോകുന്നത്? അതിന് ഉസോപ്പാണെങ്കിൽ കാര്യമായിട്ട് ചിന്തിക്കുന്ന ഗ്യാപ്പിൽ ആർലൂപ്പസ് അവനാണെങ്കിൽ ഇപ്പൊ നിലവിളിച്ച് പറയും, നമ്മുടെ ബോസ് ലൂഫി ഇവിടുന്ന് കടന്നു പോകാനുള്ള സിഗ്നൽ കൊടുത്തു കഴിഞ്ഞു. എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് എല്ലാവരും കപ്പൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ മുൻപോട്ടേക്ക് കുതിപ്പിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഷോക്കാവും. വണ്ടർ അടിച്ച് ഇപ്പൊ എന്താ നടക്കണമെന്ന് ചിന്തിച്ച് ചുറ്റും നോക്കും. അതേസമയം വൈസ് അഡ്മിറൽ ആളാണെങ്കിൽ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിന്റെ പേര് വിളിച്ച്, നിങ്ങളിത് കാണുന്നില്ലേ, അവരെല്ലാവരും രക്ഷപ്പെട്ടു പോവാണ്, എത്രയും വേഗം അവരെ പിടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള ചീഫ് ഒഫീഷ്യൽസ് തീർച്ചയായിട്ടും നമുക്ക് പണിഷ്മെന്റ് തരും. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആണെങ്കിൽ ആളുടെ കയ്യിലുള്ള ഡയലിലേക്ക് നോക്കും. അതില് നമ്പർ 1 ആണ് വീണിരിക്കുന്നത്. സോ ഇനി മുതൽ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് വരില്ല, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ കടന്നു പോവാന്ന് പറഞ്ഞ് മനസ്സിൽ നമ്മുടെ ലൂഫിക്ക് ഒരു ടാറ്റാ ബൈബൈ ഒക്കെ കൊടുക്കുകയാണ് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ. ഗവൺമെന്റിന്റെ പ്രോബ്ലം അത് സോൾവ് ചെയ്തതിന് താങ്ക്സ് എന്ന് നമ്മുടെ ആള് വലിയ ശബ്ദത്തിൽ പറയും. അപ്പോഴായിരിക്കും തൊട്ടടുത്ത് നിൽക്കുന്ന സെൻഗോക്കു കാണിക്കുക. സെൻഗോക്കു അടുത്തുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ ഫ്രീസ് ആവുകയാണ്. മറ്റൊരു ഭാഗത്ത് കപ്പലിൽ നമ്മുടെ ആൾക്കാരുടെ ആഘോഷം ഇതങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് അവരുടെ സന്തോഷം അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് പോലും ഇപ്പൊ അറിയില്ല. പാട്ടും ഡാൻസും DJ ഒക്കെ ആയിട്ട് അവരങ്ങനെ അട്ടിച്ചു പൊളിക്കും. ഇവിടെ പച്ചത്തലേനാണെങ്കിൽ അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. പച്ചത്തലേന് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവന് കരച്ചിൽ അത് നിർബന്ധമാണ്. ഇവിടെ ലോയാണെങ്കിൽ ഇവിടെ ആട്ടവും പാട്ടവും ഒക്കെ ആസ്വദിച്ച് ഒരു ഭാഗത്ത് മാറി നിന്ന് ഫുഡും വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ റെസ്റ്റ് ചെയ്യും. ലൂഫിയൻ ടീമിന് പുതിയൊരു എക്സ്പീരിയൻസ് കൈവന്നു. അതുപോലെ തന്നെ ഡെസ്റോസയ്ക്ക് അവരുടെ പഴയ നല്ല സൂപ്പർ കിങ്ങിനെ തിരികെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് കൈറോസിനെയും റബേക്കയും കാണിക്കും. അവർ രണ്ടുപേരും നമ്മുടെ ആൾക്കാരുടെ കപ്പല് അതങ്ങനെ സേഫായി പോകുന്നത് കണ്ട് സന്തോഷിച്ച് നിൽക്കുകയാണ്. റബേക്കയാണെങ്കിൽ അവളുടെ പപ്പയുടെ കൈ അത് ഹോൾഡ് ചെയ്യാണ്. അപ്പൊ അവർക്ക് പഴയ ഓർമ്മകൾ കൈവരും. ഇവിടെ നമ്മുടെ ആൾക്കാർ പാർട്ടി വേറെ ലെവലിലേക്ക് കൊണ്ടുപോവാണ്. ഫ്രാങ്കി അവന്റെ തലയിൽ കയറി കളിക്കാനായിട്ട് ലിറ്റിൽ പീപ്പിൾസിന് അനുവാദം കൊടുക്കും. ഓരോ ആണെങ്കിൽ വെള്ളം അടിക്കാനായിട്ട് ലോയ്ക്ക് കമ്പനി കൊടുക്കുകയാണ്. അവരെല്ലാവരും അടിച്ചു പൊളിച്ച് അവരുടെ യാത്ര അത് തുടരുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.